പാലക്കാട് കൊടുമ്പ് കല്ലിങ്ങൽ ജംഗ്ഷനിലാണ് കാർ നിയന്ത്രണം വിട്ട് അപകടമുണ്ടായത്. അങ്ങനെ കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് 3 യുവാക്കളാണ് മരിച്ചത്. പാലക്കാട് സ്വദേശികളായ രോഹൻ രഞ്ജിത്ത്, രോഹൻ സന്തോഷ്, സനൂഷ് എന്നിവരാണ് മരിച്ചത്. 2 പേർക്കാണ് പരിക്കേറ്റത്. കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്നാണ് ഈ ഒരു അപകടമുണ്ടായത്. അവിടെ ആ മരത്തിലിടിച്ചതാണ് നമ്മൾ ഈ ദൃശ്യത്തിൽ തന്നെ കാണുന്നത്. കാർ അങ്ങനെ മരത്തിലിടിച്ച കാർ പിന്നീട് വയലിലേക്ക് മറിയുകയായിരുന്നു. ഗോകുൽ VS അവിടെ നിന്നും ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഗോകുൽ, ഈ പരിക്കേറ്റവർക്ക് എങ്ങനെയുണ്ട്? ദാരുണമായൊരു അപകടം തന്നെയാണ്. അപ്പോൾ ആദ്യം അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഒപ്പം നാട്ടുകാർ പലരും ഇപ്പോഴും അവിടെയുണ്ട്. ഈ ഒരു അപകടത്തെക്കുറിച്ച്, അതിന്റെ കാരണത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ പലരും പ്രതിഷേധത്തോടു കൂടിയാണ് പറയുന്നത്. കാരണം അവിടെ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ അപകടങ്ങൾ. കാട്ടുപന്നിയൊക്കെ കുറുകെ ചാടി അപകടം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് അല്ലേ? തീർച്ചയായും ഈ പ്രദേശത്ത് സ്ഥിരമായി അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇത്ര വലിയൊരു അപകടം ഇതാദ്യമായിട്ടാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പലപ്പോഴും ഈ ചില ബൈക്കുകളൊക്കെ തന്നെ ഇങ്ങനെ പന്നിയടിച്ച് അപകടം ഉണ്ടാകാറുണ്ട്. പക്ഷെ അതൊക്കെ ചെറിയ അപകടങ്ങളാണ്. പക്ഷേ ഇത്ര വലിയൊരു അപകടം ഇത് ഇവരുടെയൊക്കെ അറിവിൽ ആദ്യമായിട്ടാണ്. പാലക്കാട് സ്വദേശികളായ രോഹൻ രഞ്ജിത്ത്, രോഹൻ സന്തോഷ്, സനൂഷ് എന്നിവർക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായത്. ഒപ്പമുണ്ടായിരുന്ന ഋഷി, ജിതിൻ, ആദിത്യൻ എന്നിവർ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരുടെ പരിക്ക് അത്ര വലിയ പ്രശ്നമില്ല. അവർ അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും വ്യക്തമാകുന്നത്. നമുക്ക് ഈ കാറിന്റെ അവസ്ഥ കണ്ടോ, ഇത് പൂർണ്ണമായും തകർന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. പന്നിയിൽ തട്ടി അതിനുശേഷം നിയന്ത്രണം വിട്ട് ഈ വാഹനം തിരിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു. പാടത്തിലൂടെ ഏകദേശം കുറച്ച് ദൂരം ഇതിങ്ങനെ നീങ്ങിയിട്ടുണ്ടെന്നും നമുക്ക് ഇവിടെ ഉള്ള സ്ഥലം കണ്ടാൽ മനസ്സിലാക്കുകയും ചെയ്യാം. ഈ പ്രദേശത്ത് എന്താ ചേട്ടാ വലിയ രീതിയിൽ പന്നിയുടെ ശല്യം ഉണ്ടോ? ഇടയ്ക്ക് അപകടങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടോ? അറിയില്ല, ഞാൻ അവിടുത്തെ ഇല്ല. ചെറിയ അപകടങ്ങളുണ്ടാവുള്ളൂ, ഇത്ര വലിയ അപകടങ്ങളല്ല. പന്നി ക്രോസ് ചെയ്യുന്നതാണോ, റോഡ് ക്രോസ് ചെയ്യുന്നതാണോ പലപ്പോഴും? ക്രോസ് ചെയ്യുന്നതാണ്. അത് നിറയെ പന്നിശല്യം ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കൃഷിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത്? അങ്ങനെയല്ല, അത് കൃഷിഭൂമിയായിരുന്നു, നേരത്തെ കൃഷിഭൂമിയായിരുന്നു. ഈ പ്രദേശത്ത് പന്നിയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. കാരണം ഇത് രണ്ടും പൊന്തകളാണ്. ഇവിടെയൊക്കെ തന്നെ ഇങ്ങനെ പന്നികൾ ക്രോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. ഇവിടെ പന്നിയുടെ ഒരു വലിയ പ്രശ്നം, പന്നിയുടെ പൊതുവായിട്ടുള്ള ശല്യം അങ്ങോട്ട് ഈ 10, 9, 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഇടമാണ്. നേരത്തെ ഒരു ബൈക്ക് ഇതേമാതിരി ആക്സിഡന്റ് ആയിട്ട് 2 പയ്യന്മാര് മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഒരു 9 മാസമാവും. ഇവിടെ വെച്ചിട്ട് തന്നെയാണ്. ആ ബൈക്ക് പൂർണ്ണമായിട്ട് ഫുള്ളായിട്ട് തകർന്നിട്ടുണ്ടായിരുന്നു. ഡൂക്ക് വണ്ടിയായിരുന്നു. അപ്പൊ അത് ഫുള്ളായിട്ട് തകർന്നിട്ടുണ്ടായിരുന്നു. പന്നി ഇതേമാതിരി ക്രോസ് ചെയ്തതാണ്. നൈറ്റ് സമയങ്ങളിൽ വരുമ്പോ ഇപ്പോൾ വിജനമായ റോഡായ കാരണം കൊണ്ട് നല്ല സ്പീഡ് ഉണ്ടാവും. അത് കാരണം കൊണ്ട് ഇങ്ങനെ വന്ന് ക്രോസ് ചെയ്തിട്ട് ഇടിച്ചിട്ട് ആക്സിഡന്റ് മരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇന്നിപ്പോ ഇന്നലെ വൈകുന്നേരം സംഭവിച്ചാണ് അറിഞ്ഞില്ല. അപ്പൊ വരുമ്പോഴാണ് അറിയുന്നത് ഞങ്ങള്. എന്റെ ഞങ്ങളെ പരിസരം തന്നെ ബ്രിട്ടീഷ് പാലത്തിലൂടെ. ഈ വഴിയിൽ ഇപ്പോ എനിക്ക് തോന്നുന്നു കാടാങ്കോട് മുതൽ കൊടുമ്പ് വരെ. കൊടുമ്പിന്റെ അത്രയും ഉണ്ടായില്ല, കല്ലെങ്കിൽ ഇതാണ് മെയിനായിട്ടുള്ളത്. ഇവിടെ ഒരുപാട് നായ്ക്കളാണ് റോട്ടിൽ. കൂട്ടം കൂട്ടമായിട്ട് 5ഉം 10 കിടക്കുക നട റോട്ടിൽ. വണ്ടികൾ പോയാലും നായ്ക്കൾ മാറുകയില്ല, അങ്ങനെ കിടക്കുക. നമ്മൾ നിർത്തിയിട്ട് വേണം പിന്നെ പോകണമെങ്കിൽ. സ്പീഡിൽ വരികയാണ് വേണം. ഈ ഒരു വഴിയുടെ പ്രശ്നം വെച്ചാൽ നല്ല വഴിയാണ്. ഈ കൊടുമ്പ് മുതൽ കല്ലിങ്ക് വരെയൊക്കെ നല്ല വഴിയാണ്. പക്ഷെ വീതി കുറവാണെങ്കിലും നല്ല മികച്ചൊരു വഴിയാണ്. അപ്പോൾ ഈ വഴി സ്വാഭാവികമായി രാത്രി ഒന്നും ആരും ഉണ്ടാകില്ല. അല്പം വേഗത്തിൽ തന്നെയാണ് വാഹനങ്ങളും വരിക. ഇങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ഈ കാട്ടുപന്നിയോ അല്ലെങ്കിൽ നായയോ ഒക്കെ തന്നെ ഉണ്ടാകും, അങ്ങനെ കുറുകെ ചാടും. അങ്ങനെയാണ് പല അപകടങ്ങളും ഇവിടെ ഉണ്ടാകുന്നതെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ ഇതൊരു വലിയ ഒരു അപകടം. വാഹനം ഇടിച്ച് നിരങ്ങി മീറ്ററുകളോളം നീങ്ങി വരുന്ന ഒരു സ്ഥിതി. ആ മരത്തിലിടിച്ചതാണ് ഈ അപകടത്തിന്റെ ആഘാതം ഇത്രയധികം വർദ്ധിപ്പിച്ചത്. ഒരുപക്ഷെ അതുണ്ടായിരുന്നില്ലെങ്കിൽ ഇത്ര വലിയ അപകടം ആകില്ലായിരുന്നു. പക്ഷെ ആ മരത്തിലിടിച്ചതോടുകൂടി ആ പിൻഭാഗത്തിരുന്ന 2 പേരും അതോടൊപ്പം തന്നെ കോ ഡ്രൈവർ സീറ്റിലിരുന്ന ഒരാളും മരിക്കുന്ന ആ സ്ഥിതി വന്നു എന്നുള്ളതാണ്. ബാക്കിയുണ്ടായിരുന്ന 3 പേർ സുരക്ഷിതരാണ്. അവർ അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്. പരിക്കേറ്റവർ അവർ അപകടനില തരണം ചെയ്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ നാട്ടുകാർ ഓരോരുത്തരും പറയുന്നത് സ്ഥിരമായിട്ടുള്ള പ്രശ്നമാണ്. പലപ്പോഴും പലയിടത്തും പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഈ കാട്ടുപന്നി പ്രശ്നം ആ മേഖലയിൽ രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ 3 പേരുടെ മരണം. അതിനെക്കുറിച്ച് നമ്മൾക്ക് കേൾക്കേണ്ടി വന്നതും അപകട സ്ഥലത്ത് നിന്ന് ഗോകുൽ VS ആണ് നമ്മളടുത്ത് കാര്യങ്ങൾ പറഞ്ഞത്.